അതൊക്കെ തന്നെ അപ്പോൾ നമ്മുടെ അടുത്ത ഔട്ട് ഹൗസിൽ താമസിക്കുന്ന നമ്മുടെ ശബരിമലയിൽ പോകുന്ന സ്വാമിമാർ അവരിറങ്ങി വരുന്നത് കണ്ടപ്പോൾ അവർ വരുന്നുണ്ട്, നമുക്ക് തിരിച്ചോടാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എറിയാൻ തുടങ്ങി. എറിയുന്ന കാലത്ത് വീണ്ടും സ്വാമിമാരൊക്കെ തന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ബോംബെറിയുകയും അവരെ പേടിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞ് ഈ അക്രമികളൊക്കെ തന്നെ തിരിഞ്ഞോടുന്നതാണ് കാണുന്നത്. അക്രമികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാവരും തന്നെ തലയിൽ തോർത്ത് കെട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കയ്യിൽ വാളും അതുപോലെയുള്ള മാരക ആയുധങ്ങളുമുണ്ട്. അതോടൊപ്പം പറയാനുള്ളത് ഇവിടുത്തെ അക്രമത്തെക്കാൾ കൂടുതലായിട്ട് ഞാൻ കാണുന്നത് വളരെ ആസൂത്രിതമായിട്ട് ഈ മണ്ഡലത്തിലെ സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക്കിൻ്റെ ഓഫീസുകൾ തകർക്കുക മാത്രമല്ല നിശേഷം അവിടുത്തെ ഉപകരണങ്ങളടക്കം അടിച്ചു പൊളിക്കുകയും കത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒരു വടക്കേപ്പള്ളിയിലുള്ള ഒരു ഓഫീസിൻ്റെ ഓടുകൾ മുഴുവനും തകർത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാനുള്ള ഒരു സമീപനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എന്നെ ആക്രമിക്കാൻ ഒരുമ്പെട്ടതിനേക്കാൾ ഉപരി ഞാൻ കാണുന്നത് അതാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനുള്ള ഒരു രീതി ആണ് ഇതിൻ്റെ പിന്നിൽ കാണുന്നത്. എന്തായാലും ഇത് അനുവദിച്ചു കൊടുക്കില്ല എന്നത് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഈ മണ്ഡലത്തിലെ ഹർത്താൽ വളരെ സമാധാനപൂർണ്ണമായ ഒരു ഹർത്താൽ നടത്താനുള്ള പ്രവർത്തനവും നടത്തിയിരിക്കുകയാണ്. UDF ആഹ്വാനം ചെയ്ത ഹർത്താലാണ്. പക്ഷേ എന്നാൽ പോലും എല്ലാവരും സഹകരിച്ചിരുന്നുകൊണ്ട് ആ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്, എല്ലാ വിഭാഗം ആളുകളും. അപ്പോൾ ഇത് എന്ത് തന്നെയാൽ ശരി, ഈ ഒരു അക്രമം എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം വേറെ രീതിയിലുള്ള സമീപനവും ഉണ്ടായിട്ടില്ല. ഇവിടെയൊക്കെ തന്നെ പോസ്റ്റർ എഴുതി വെച്ചതായിട്ട് അറിഞ്ഞു. എന്താ പറയുക, തീവ്രവാദികളെ സംരക്ഷിക്കുന്ന MLA-ക്കെതിരെ പറഞ്ഞുകൊണ്ട് MLA-യുടെ പേരും വെച്ചുകൊണ്ട് പോസ്റ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല. എന്നുവെച്ചാൽ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അതുപോലത്തുള്ള കാര്യത്തിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീവ്രവാദികൾ മാത്രമേ അത് എഴുതി വെക്കാൻ സാധ്യതയുള്ളൂ. അതിനുള്ള ഏതെങ്കിലും മറ്റ് തീവ്രവാദികൾ, നമ്മുടെ നാട്ടിലുള്ള മറ്റ് ഏതെങ്കിലും തീവ്രവാദികൾ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയാലും ശരി, രാഷ്ട്രീയപരമായിട്ട് എന്നെ നശിപ്പിക്കാനും പ്രസ്ഥാനത്തെ നശിപ്പിക്കാനും എന്തായാലും ഒരു വിധത്തിലും സാധിക്കില്ല. അത് ആര് വിചാരിച്ചാലും സാധിക്കില്ല എന്നത് സത്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എന്തായാലും ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനമായി മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് ഇത് ചെയ്തതാണ് എന്നതാണ് സംശയിക്കുന്നത്.